അനീസ് കലവറയുടെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും. ഇന്ന് ഷുഗർ ഫ്രീ പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി ഒന്ന് കാണണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സോക്ക് ചെയ്ത് എടുക്കാം. അതിന് ഒരു കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പിൻ്റെ അളവ് കപ്പിന് 1.5 കപ്പ് വീതം ഓറഞ്ച് ജ്യൂസും മുന്തിരി ജ്യൂസും ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വീതം കറുത്ത മുന്തിരി, കിസ്മിസ്, കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ ഈന്തപ്പഴം, ചെറി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, കശുവണ്ടി ക്രഷ് ചെയ്തത്, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കണം. അപ്പോൾ നന്നായിട്ടിത് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 18 ഈന്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ബട്ടർ ഉരുക്കിയത് 1/4 കപ്പിൻ്റെ അളവിന് 3/4 കപ്പോളം അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 3/4 ടീസ്പൂൺ വാനില എസൻസും 3/4 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ ജ്യൂസ് ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ആ ഒരു കട്ടിയുള്ള പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂട് പാല് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 230 ml ഉണ്ടാവും ചൂട് പാല് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രവും അരിപ്പ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മൈദപ്പൊടി 250 ml കപ്പിന് 1 കപ്പ് മൈദപ്പൊടി, ബേക്കിംഗ് സോഡ ഒരു 3/4 ടീസ്പൂൺ, കൊക്കോ പൗഡർ ഒരു 1.5 ടീസ്പൂണ്, കുറച്ച് ഒരു നുള്ള് ഉപ്പ്, പിന്നെ ഇതിലേക്ക് പാൽപ്പൊടിയാണ് 1.5 ടീസ്പൂണ് ഇട്ടിട്ടുണ്ട്, ജാതിക്ക പൊടി 1/4 ടീസ്പൂണ്, കറുവപ്പട്ടപ്പൊടി 1/4 ടീസ്പൂണ്. ഇത്രയും ചേർത്ത് ഒരു 3 പ്രാവശ്യം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 പ്രാവശ്യം അരിച്ചെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഈന്തപ്പഴം പാൽ മിക്സിലേക്ക് നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഫുള്ളൊന്ന് ഇട്ട് കൊടുക്കട്ടെ. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നാരങ്ങാ നീരും കൂടെ ചേർത്ത്, കൂടെ തന്നെ വാനിലയുടെ പൊടി ഉണ്ടെങ്കിൽ 1/4 ടീസ്പൂണ് അത് ചേർത്താൽ മതി, അല്ലെങ്കിൽ അതിന് പകരം വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൈദ പൊടി ഇതിലേക്ക് ചേർത്ത് കുറേശ്ശെയായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് ഒന്നിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തിരി ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഒരു 1.5 ടേബിൾ സ്പൂണ് അളവിൽ പാലും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ഇത് കിട്ടും. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ അളവിൽ പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ ഒന്ന് എല്ലാ വശത്തും ഒന്ന് പുരട്ടിയതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് അതിൻ്റെ മീതെ ഒന്ന് ബട്ടർ ഒന്ന് ചെറുതായിട്ടൊന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ബാറ്റർ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട്. ഇതേപോലെ ഒന്ന് ലെവലാക്കി എടുത്തതിന് ശേഷം നമുക്ക് എയർ ബൗൾസൊക്കെ ഒന്ന് കളയണം. അപ്പോൾ ഇതേപോലെ ആക്കിയെടുക്കുക. എയർ ബൗൾസ് ഉണ്ടെങ്കിൽ ഒന്ന് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് പൊയ്ക്കൊള്ളും. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കശുവണ്ടിയും അതേപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടിയെ ചെറിയ ഒക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ ഒരു ഇൻഡാലിയത്തിൻ്റെ പാത്രമാണ്, അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് വെച്ച് ഒരു മണിക്കൂറെങ്കിലും വേണ്ടി വരും. നമുക്കിത് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ബേക്ക് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാൻ
ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയം കൂടെ വേണ്ടി വന്നു. 5 മിനിറ്റും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് റെഡിയായി കിട്ടി. അപ്പോൾ 1 മണിക്കൂർ സമയമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് സൈഡിൽ നിന്ന് ഈ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് എടുത്തു മാറ്റാം. അപ്പം നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ കരിഞ്ഞു പോവുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അടിയിൽ വശത്തെ ബട്ടർ പേപ്പർ ഒന്ന് നീക്കി എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് കട്ട് ചെയ്തും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ തയ്യാറാക്കിയെടുത്താൽ ലോ ഫാറ്റിൽ ഷുഗർ ഫ്രീ പ്ലം കേക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലം കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.